വടകര സ്വദേശി വിഷ്ണുവിനെ ഭീഷണിപ്പെടുത്തിയതിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുകയാണ്. വിഷ്ണു ലോൺ എടുത്തത് എം പോക്കറ്റ് ലോൺ ആപ്പിൽ നിന്നാണ്. ലോൺ എടുത്ത പണത്തിൽ കൂടുതൽ തിരിച്ചടച്ചിട്ട് പോലും ഭീഷണി തുടരുകയാണ്. വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഭീഷണിയെ തുടർന്ന് 8 ദിവസം മുമ്പ് നാടുവിട്ട വിഷ്ണുവിനെ ഇന്നാണ് കണ്ടെത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ആ ചെറുപ്പക്കാരൻ ജീവൻ രക്ഷപ്പെട്ട് തിരിച്ചു വന്നു തന്നെ നമുക്ക് വലിയ ആശ്വാസമുണ്ട്. അദ്ദേഹത്തിന് മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കമാണ് കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്തത്. മറ്റൊരു മാർഗവുമില്ല, ജീവിക്കാൻ പോലും കഴിയില്ല. തന്റെ അഭിമാനം തന്നെ നാട്ടുകാർക്ക് മുന്നിൽ പണയം വെക്കേണ്ടി വന്നുള്ള തോന്നലായിരിക്കാം ആ ചെറുപ്പക്കാരൻ നാടുവിടാൻ പ്രേരിപ്പിച്ച. പക്ഷേ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൽ നിന്ന് കൂടുതലായിട്ട് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അഭിജിത്ത്? ഷിഹാസ്, വിഷ്ണു നേരിട്ട ലോൺ ആപ്പ് ഭീഷണിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ആപ്പിന്റെ പേരാണ്. എന്താണ് ഈ ആപ്പ്, ഏതാണ് ഈ ആപ്പ് എന്ന് തുടങ്ങിയ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ എം പോക്കറ്റ് എന്ന ലോൺ ആപ്പിൽ നിന്നാണ് വിഷ്ണു ഈ 10,000 രൂപ കടമെടുക്കുന്നത്, ലോൺ എടുക്കുന്നത്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഷിഹാസ്, ഈ പണം മുഴുവനായും ഇയാൾ വിഷ്ണു തിരിച്ചടക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടും ഈ ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി അത് വിഷ്ണു നേരിട്ടു എന്നുള്ളതാണ്. 10,000 രൂപ ഇയാൾ ഇതിൽ നിന്ന് ലോൺ എടുക്കുന്നു. ശേഷം 22,000 രൂപയോളം ഈ ലോൺ ആപ്പിലേക്ക് വിഷ്ണു തിരിച്ചടക്കുന്നുണ്ട്. അത് കഴിഞ്ഞും വീണ്ടും പണം വേണം എന്നുള്ള ആവശ്യം ഈ ലോൺ ആപ്പിൽ നിന്ന് ഉണ്ടായതോടുകൂടിയാണ് വലിയ മാനസിക സമ്മർദ്ദം അത് വിഷ്ണുവിനുണ്ടാകുന്നത്. അതിന് പിന്നാലെ നിരന്തരമായ ഭീഷണി ഈ ആപ്പിൽ നിന്നുണ്ടാകുന്നു. കൂടാതെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ ഇയാൾക്ക്, അതായത് വിഷ്ണുവിന് ഈ സംഘം അയച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും താങ്ങാൻ കഴിയാതെയാണ് വിഷ്ണു നാടുവിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ പോലീസ് നൽകുന്നൊരു വിവരം, ഈ ഫോൺ, വിഷ്ണുവിന്റെ ഫോൺ നഷ്ടമായിട്ടുണ്ട്. നേരത്തെ വിഷ്ണു പോലീസിന് ഒരു മൊഴിയായി നൽകിയിട്ടുള്ളത് ഉടുപ്പിയിൽ വെച്ച് ഈ ഫോൺ കാണാതായി എന്നുള്ളതാണ്. ഈ ഫോൺ നഷ്ടമായതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ പോലീസ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തന്നെയാണ്. പലർക്കും ഈ ഫോൺ വഴി, ഈ ലോൺ ആപ്പ് വഴി അയച്ചു കൊടുത്ത ഈ മോർഫ് ചെയ്ത ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച്, ചിത്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് അതിന്റെ ഉറവിടമൊക്കെ അന്വേഷിച്ച് പോലീസ് ഒരു പരിശോധന സമാന്തരമായി തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് പയ്യന്നൂരിൽ നിന്ന് ബന്ധുക്കളെ വിഷ്ണു ബന്ധപ്പെടുന്നത്. അതായത് താനിങ്ങനെ പയ്യന്നൂരിലുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചൊരു സഹയാത്രികന്റെ ഫോണിൽ സഹോദരനും പിതാവും ഒക്കെ തിരിച്ചു വരണം എന്നുള്ള ആവശ്യം വിഷ്ണുവിന് മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ വിഷ്ണു മടങ്ങി വരാൻ തയ്യാറായില്ല. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ അപമാന ഭാരം അത് വിഷ്ണുവിന് ഉണ്ടായിരുന്നു. കാരണം ഈ പണം ആവശ്യപ്പെട്ട് ഇങ്ങനെ നിരന്തരമുള്ള ഭീഷണി സന്ദേശങ്ങൾ, ഫോൺ കോളുകൾ, അതിലെല്ലാം ഉപരി തന്റെ നഗ്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ രീതിയിൽ വ്യാജമായി മോർഫ് ചെയ്തുണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിഷ്ണുവിനെ വളരെ മാനസികമായി തന്നെ തളർത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പിന്നീട് പിതാവിന്റെയും ഒപ്പം തന്നെ സഹോദരന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് വിഷ്ണു തിരിച്ചു വരുന്നത്. നിലവിൽ ഇപ്പോൾ വടകര പോലീസ് സ്റ്റേഷനിലാണ് വിഷ്ണു ഉള്ളത്. അവിടെ മൊഴിയെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ഒരു റിട്ടേണായ ഒരു പരാതി വന്നു കഴിഞ്ഞാലാണ് ഈ സംഘത്തിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത്, ഒരു FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണത്തിലേക്ക് കടക്കുക. നിലവിൽ ഒരു ഉത്തരേന്ത്യൻ സംഘം തന്നെയാണ് ഈ ലോൺ ആപ്പിന് പിന്നിൽ, ഈ തട്ടിപ്പ് സംഘത്തിന് പിന്നിൽ എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. നിലവിൽ വിവരങ്ങളിലേക്ക് പോലീസ് പോകട്ടെ, അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാകട്ടെ. പലപ്പോഴും ഈ ഒരു ചെറിയ തുക പെട്ടെന്ന് നമുക്കിത് ലഭിക്കും, നമ്മൾ യാതൊന്നും ഈടായി നൽകേണ്ടതില്ല എന്നൊക്കെ ആയിരിക്കാം ഈ ലോൺ ആപ്പിനെ സമീപിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മൾ പോലും അറിയാതെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റ് നമ്മൾ ഈടായി ഇവർക്ക് നൽകുന്നുണ്ട്, നമ്മുടെ സോഷ്യൽ മീഡിയ ഇവർക്ക് ഈടായി നൽകുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി നമ്മുടെ അഭിമാനം, നമ്മുടെ മാനം തന്നെ നമ്മൾ ഇവർക്ക് ഈടായി നൽകുകയാണ്. നമ്മുടെ ഗാലറി, നമ്മുടെ ഫോൺ ഗാലറി, നമ്മുടെ ഫോട്ടോ ഗാലറി, നമ്മുടെ വീഡിയോ ഗാലറി ഒക്കെ ഇവർക്ക് ഈടായി നൽകുന്നുണ്ട്. ₹1 ഒരു ദിവസം ഒന്ന് ലേറ്റായി അടയ്ക്കുകയാണെങ്കിൽ ഇവരുടെ ഭീഷണി വരുന്നു. പിന്നീട് ഇവർ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മുടെ അഭിമാനത്തിന് പണയം ഇട്ടുകൊണ്ട് ഇവർ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മോർഫ് ചെയ്ത ചിത്രങ്ങളടക്കം നമ്മുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഒക്കെ അയച്ചുകൊണ്ട് നമ്മളെ നിർത്തിപ്പൊരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ